Hello everyone. Welcome to lesson 2.29 in Indian financial system. In this small lesson, we will find out what are the factors responsible for the growth of primary market in India. ആദ്യത്തേത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. നമുക്കറിയാം സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എപ്പോഴും റിക്വയർസ് ട്രമൻഡസ് അമൗണ്ട്സ് ഓഫ് ഫണ്ട്സ്. എന്തുകൊണ്ട് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നുള്ളൊരു ചോദ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇസ് ഓൾവേസ് ഡ്രിവൺ ബൈ കൺസംഷൻ. എത്ര കണ്ട് നമ്മൾ വസ്തുക്കൾ കൺസ്യൂം ചെയ്യുന്നു, നമ്മൾ വസ്തുക്കൾ വാങ്ങിക്കുന്നു, ബീറ്റ് ഫുഡ് പ്രോഡക്ട്സ്, ബീറ്റ് ടൂ വീലേഴ്സ്, ബീറ്റ് കമ്പ്യൂട്ടേഴ്സ്, ബീറ്റ് മൊബൈൽ ഫോൺസ്, നമ്മൾ എത്ര കണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു അത്ര കണ്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കീപ്സ് ഓൺ ഇൻക്രീസിങ്. നൗ ഈസ് കൺസംഷൻ ഡ്രിവൺ. കൺസംഷൻ ഈസ് ഡ്രിവൺ ബൈ ഇൻകം. അപ്പോൾ ആളുകളുടെ ഒരു സൈക്കിളാണ്. ആളുകളുടെ കയ്യിൽ ഇൻകം കൂടുന്നു. ഹൗ ഡു പീപ്പിൾ ഗെറ്റ് മോർ ഇൻകം? ദേ മേ ഐദർ ഡു ബിസിനസ് ഓർ ദേ ഗെറ്റ് എംപ്ലോയിഡ് ഇൻ ബിഗ് കമ്പനീസ് വിച്ച് പ്രൊഡ്യൂസ് സച്ച് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. അതൊരു സൈക്കിളാണെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. യു ഗെറ്റ് എംപ്ലോയിഡ് ഇൻ ഗുഡ് കമ്പനീസ് വിച്ച് ആർ പ്രൊഡ്യൂസിങ് ഗുഡ് ഗുഡ്സ് ആൻഡ് ദെൻ യു ഗെറ്റ് ഗുഡ് സാലറീസ്. So you spend that salaries or buying things, which in turn will help companies producing such things. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സംഭവിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ കാണുകയുണ്ടായി. സ്ട്രോങ് മാക്രോ എക്കണോമിക് ഫണ്ടമെന്റൽസ്, പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ് കൂടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രോങ് ഫണ്ടമെന്റൽസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസംഷൻ കൂടുന്നു. കൺസംഷൻ കൂടുന്നത് റിസൾട്ട്സ് ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ്. നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനായാലും കൺസ്യൂമർ പ്രൊഡക്ട്സിനായാലും ഉള്ള ഡിമാൻഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് സ്ഥാപനങ്ങൾക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റികൾ കൂട്ടേണ്ടി വരുന്നു. പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ ഫണ്ട്സ് വേണം. ഫണ്ട്സ് വേണ്ടി വരുന്നത് പലപ്പോഴും മീറ്റ് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അപ്പോൾ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്രൈമറി മാർക്കറ്റ്. രണ്ടാമത്തെ പോയിന്റ് ബോയൻസി ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. ബോയൻസി നമുക്കറിയാം. ബോയ് എന്ന് പറഞ്ഞാൽ ലൈഫ് ബോയ് എന്നൊക്കെ പറയുന്ന ബോയ് എന്ന് പറയുന്നത് ഇസ് സംതിങ് വിച്ച് കീപ്സ് ഓൺ ഫ്ലോട്ടിങ് അല്ലേ. നമ്മളൊരു പോർട്ടിലോ അല്ലെങ്കിൽ ഒരു വാർഫിലോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, കപ്പൽ ചാലിലൊക്കെ നമുക്കറിയാം ദർ ആർ സം തിങ്സ് വിച്ച് കീപ്പ് ഓൺ ഫ്ലോട്ടിങ്. ഒരു ഡയറക്ഷൻ ഗൈഡൻസ് കൊടുക്കുന്ന പോലെ. ആൻഡ് ലൈഫ് ബോയ് ഇസ് സംതിങ് വിച്ച് ഹെൽപ്സ് യു സ്റ്റേ അഫ്ലോട്ട്. നമ്മൾ ഒരു മറൈൻ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ആൻഡ് യു ആർ ത്രോൺ ഓവർബോർഡ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്നു. സംതിങ് വിച്ച് ഹെൽപ്സ് യു സ്റ്റേ അഫ്ലോട്ട് ഈസ് കോൾഡ് എ ബോയ്. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് ബോയൻസി ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് ഓൾവേസ് കെപ്റ്റ് ഓൺ ഫ്ലോട്ടിങ്. അതായത് സെക്കൻഡറി മാർക്കറ്റ് മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയല്ല. സെക്കൻഡറി മാർക്കറ്റ് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത്. എന്താണ് ഈ ബോയൻസി ഓഫ് സെക്കൻഡറി മാർക്കറ്റ് എന്നതുകൊണ്ട്? ഇത് ഒരു ഫിഗറേറ്റീവ് ടേംസിൽ പറഞ്ഞതാണ്, കുറച്ച് ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റിന്റെ ബോയൻസി എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് ഫ്ലോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിന് പ്രൈമറി മാർക്കറ്റിൽ എടുത്ത ഷെയർസിന് നല്ല വില സെക്കൻഡറി മാർക്കറ്റിൽ കിട്ടാൻ തുടങ്ങി. അതായത് ഞാൻ 100 രൂപയ്ക്ക് ഒരു ഷെയർ പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂ ചെയ്ത് വാങ്ങി. കാലാന്തരത്തിൽ അതിന്റെ പ്രൈസ് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് 500 രൂപയ്ക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അപ്രീസിയേഷൻ ദ പ്രൈസ് ഓഫ് ഷെയർസ്, ഒരു ബോയൻസിയാണ്, ഫ്ലോട്ടിംഗ് ആണ്. ഒരിക്കലും മുങ്ങുന്നില്ല. ഷെയറിന്റെ പ്രൈസ് ഒരിക്കലും 100 രൂപയിൽ താഴുന്നില്ല. ഇൻസ്റ്റഡ് ഇറ്റ് കീപ്സ് ഓൺ ഇൻക്രീസിങ്. അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഒരു 200 റേഞ്ചിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് പ്രൈമറി മാർക്കറ്റിൽ ഇത്തരം ഷെയർസ് 100 രൂപയ്ക്ക് വീണ്ടും ഒരു ഇഷ്യൂ വരുമ്പോൾ വാങ്ങിക്കാൻ താല്പര്യം കൂടുന്നു. അപ്പോൾ ബോയൻസി ഓഫ് സെക്കൻഡറി മാർക്കറ്റ് ഹാസ് ഹെൽപ്ഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിലെ നല്ല ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ്, സ്റ്റോക്സിന്റെ പ്രൈസിലെ ഇൻക്രീസ് മെയ്ഡ് പീപ്പിൾ ഇൻവെസ്റ്റ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ് മോർ. നമുക്കറിയാം പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്ന ഷെയർസ് ആണ് പിന്നീട് സെക്കൻഡറി മാർക്കറ്റിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ഈ സെക്കൻഡറി മാർക്കറ്റിൽ ഇത്തരം ഷെയർസിന് പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. 100 രൂപ നമുക്ക് 6 മാസം കൊണ്ട് 200-300 രൂപയായി കഴിഞ്ഞാൽ നമുക്ക് വിഷമമില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ബോയൻസി ഓഫ് സെക്കൻഡറി മാർക്കറ്റ് ഹാസ് ഹെൽപ്ഡ് ഓർ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്രൈമറി മാർക്കറ്റ്. അടുത്ത പോയിന്റ് ഫിസ്ക്കൽ ഇൻസെന്റീവ്സ്. നമുക്കറിയാം ഇൻ ലൈഫ് ദർ ആർ ഓൺലി 2 things which are certain. One is death and the other is taxes. ഇതൊരു ഫേമസ് ആയിട്ടുള്ള സെയിങ് ആണ്. There are only 2 things which are certain in life. One is death and the other is taxes. അപ്പോൾ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ഗവൺമെന്റ് അതിൽ നിന്ന് ടാക്സ് പിടിക്കും. ഇറ്റ് ഈസ് സംതിങ് വിച്ച് വി കാനോട്ട് എസ്കേപ്പ്. അപ്പോൾ പിന്നെ ഈ ടാക്സ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ആണ് നമ്മൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിനോടുള്ള താല്പര്യം വരുന്നത്.
അപ്പോൾ ഞാൻ ഷെയർസിൽ ഇഷ്യൂ ചെയ്യുന്നതിനെ ഗവൺമെന്റ് ഹെവി ആയിട്ട് ടാക്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇറ്റ് ഇസ് ഓൺലി നാച്ചുറൽ ദാറ്റ് ഐ വിൽ കീപ്പ് അവേ ഫ്രം ദ ഷെയർ മാർക്കറ്റ്, അല്ലെങ്കിൽ ഇഷ്യൂ മാർക്കറ്റിൽ നിന്ന് ഐ വിൽ കീപ്പ് അവേ. കാരണം ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അതിന്റെ സിംഹഭാഗവും ലയൺസ് ഷെയർ ഈസ് ബീങ് ടേക്കൺ അവേ ബൈ ദ ഗവൺമെന്റ് ഇൻ ദ ഫോം ഓഫ് ടാക്സസ് വന്നു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ഇൻവെസ്റ്റ്. ഐ മൈറ്റ് ആസ് വെൽ ആസ് ഗോ ആൻഡ് ഇൻവെസ്റ്റ് എൽസ്വെയർ. നേരെ മറിച്ച് ദ റിവേഴ്സ് ഹാപ്പൻസ്, ഗവൺമെന്റ് ഷെയർസിൽ നിന്നുള്ള വരുമാനത്തിന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള ഇൻകത്തിന് ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ പീപ്പിൾ വിൽ നാച്ചുറലി മേക്ക് എ ബി ലൈൻ ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ഷെയർസ്. അപ്പോൾ ടാക്സ് കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ആളുകൾക്ക് ഷെയർസിലും മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇഷ്യൂ ചെയ്യാൻ താല്പര്യം കൂടി. അതുകൊണ്ടാണ് പറയുന്നത് ഫിസ്ക്കൽ ഇൻസെന്റീവ്സ്, റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആൻഡ് ടാക്സ് ഡിഡക്ഷൻസ് ഗിവൺ ടു ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നിങ്ങൾ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ, വളരെ ഒരു പ്രോഫിറ്റിന് നിങ്ങൾ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിന്മേൽ ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. നിങ്ങൾ വളരെ പ്രോഫിറ്റബിൾ ആയ ഒരു ഷെയർ ഡീൽ നടത്തി, പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വാങ്ങി, നിങ്ങൾ കുറേ കാലം കയ്യിൽ വെച്ചു, ആൻഡ് ദെൻ യു ആർ സെല്ലിംഗ് ഇറ്റ് ഓഫ് അറ്റ് എ സൂപ്പർ പ്രോഫിറ്റ്. അങ്ങനെ വരുമ്പോൾ ദ ടാക്സ്മാൻ വിൽ കം ആൻഡ് ഹി വിൽ ആസ്ക് യു ഫോർ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. യു ഹാവ് ഗെയിൻഡ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്സ്, പ്ലീസ് ഗീവ് എ ടാക്സ് ഓൺ ദാറ്റ്. ഭൂമി വിൽക്കുന്ന പോലെ തന്നെ, ഭൂമി വിറ്റ് കഴിഞ്ഞാൽ യു ഹാവ് ടു പേ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. നിങ്ങൾ ഭൂമി വിറ്റാൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അതിനല്ലേ ആളുകൾ സ്റ്റാമ്പ് പേപ്പറിലൊക്കെ ഡ്യൂട്ടി കുറച്ച് എഴുതുന്നു, റൈറ്റ്, ടു എസ്കേപ്പ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അതുപോലെ തന്നെയാണ് ഷെയർസ്. നിങ്ങൾ ഷെയർസ് ഹൈ പ്രോഫിറ്റിന് നിങ്ങൾ വിൽക്കുമ്പോൾ ഗവൺമെന്റ് വിൽ കം ആൻഡ് ആസ്ക് ഫോർ ഇറ്റ്സ് ഷെയർ ഓഫ് ടാക്സ്. ഈ ടാക്സ് കുറച്ചാൽ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ഷെയർസ്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ദെൻ ടാക്സ് ഡിഡക്ഷൻസ് ഗിവൺ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. നമുക്കറിയാം, ഇപ്പോൾ ദോസ് ഓഫ് യുവർ പേരൻസ് ആർ എംപ്ലോയിഡ് ഇൻ സർവീസ്, പ്രൈവറ്റ് സർവീസ് ഓർ ഗവൺമെന്റ് സർവീസ് ആൻഡ് ആർ ബൗണ്ട് ടു പേ ടാക്സ്. നമുക്കറിയാം ഒരുപാട് ഡിഡക്ഷൻസ് കിട്ടും. 80, സെക്ഷൻ ജി, നിങ്ങൾ ഇൻകം ടാക്സിൽ പഠിക്കുന്നുണ്ടായിരിക്കും. സെക്ഷൻ 80G, സെക്ഷൻ 80A, ബി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, എക്സംഷൻസ്. ഇതിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സിന് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മൈറ്റ് ആസ് വെൽ ആസ് ഇൻവെസ്റ്റ് ഇൻ ഷെയർസ് ഓർ ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. അതാണ് ഫിസ്ക്കൽ ഇൻസെന്റീവ്സ് ഹാവ് ഹെൽപ്ഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്രൈമറി മാർക്കറ്റ്. അവസാനത്തെ പോയിന്റ് നമ്പർ 4 ഈസ് ടൈറ്റനിങ് ഓഫ് നോംസ്. ഇടക്കാലത്ത് എപ്പോഴെങ്കിലും പല ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ആളുകൾ അപ്രോച്ച് ചെയ്യാൻ മടിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെയധികം ഇൻസൈഡർ ട്രേഡിങ്, മറ്റു രീതിയിലുള്ള സ്കാംസ്, നമ്മൾ സത്യം സ്കാമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചുരുങ്ങിയൊരു കാലത്തേക്ക് ഉണ്ടായിരുന്നു. ബട്ട് ദ ഗവൺമെന്റ്, ടു ബി ഓണസ്റ്റ്, ദ ഗവൺമെന്റ് ടുക്ക് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ടു റെക്ടിഫൈ ഇറ്റ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കെയിം ബാക്ക്. ഫ്ലൈ ബൈ നൈറ്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ അതിൽ നിന്ന് മാറി. ഷെയർ ഹോൾഡേഴ്സ്, കമ്പനികൾ തല്ലിക്കൂട്ടുക, ഷെയർ ഹോൾഡേഴ്സിന്റെ പണം വാങ്ങിക്കുക, ആ പണവുമായി മുങ്ങുക. ഷെയർ ഹോൾഡർ കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഷെയറും കാണാനില്ല, പണവും കാണാനില്ല, കമ്പനിയും കാണാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗവൺമെന്റ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നോംസ് കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒരു പബ്ലിക് ഇഷ്യൂ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ചില ക്യാപിറ്റൽ അഡിക്വസി നോംസ് വേണം. ഒരുപാട് അപ്രൂവൽസ് സെബിയിൽ നിന്നും, കമ്പനി ലോ ബോർഡിൽ നിന്നും, കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസിന് പകരം വന്ന സെബിയിൽ നിന്നും, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്നും ഒക്കെ അപ്രൂവൽസ് വേണം. പിന്നെ പ്രോസ്പെക്ടസ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ there were a few restrictions. അപ്പോൾ നോംസ് ടൈറ്റൻ ചെയ്തതോടെ what has happened is that investor confidence rebounded. ഇത് കൂടാതെയാണ് ഗവൺമെന്റിന്റെ ചില പുതിയ നോംസ് ആയിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ്. നമുക്കറിയാം, ക്രെഡിറ്റ് റേറ്റിംഗ് will refer to a rating which is given and which will indicate the possibility of getting your money and income back on your investment. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ മുതലും നിങ്ങൾക്ക് അതിന്മേലുള്ള വരുമാനവും തിരിച്ചു കിട്ടാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്ന ഒരു ഫിഗറിനാണ് നമ്മൾ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഏത് പബ്ലിക് ഇഷ്യൂവിനും ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പൽസറി ആക്കിയത് ട്രെമൻഡസ്ലി ഹെൽപ്പ് ടു ഇൻക്രീസ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള നോംസ് ഗവൺമെന്റ് കൊണ്ടുവന്നത് ഹാസ് ഓൾസോ ഹെൽപ്ഡ് ഇൻ ക്രിയേറ്റിംഗ് എ ഗ്രോത്ത് അറ്റ്മോസ്ഫിയർ ഫോർ പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ ഈ 4 പോയിന്റ്സ് ആണ് പ്രൈമറി മാർക്കറ്റിന്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഗ്രോത്തിന് സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 4 പോയിന്റ്സ്. വിൽ റിവൈസ് ഇറ്റ് വൺസ് അഗൈൻ. ഒന്ന്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റിസൾട്ടിംഗ് ഫ്രം ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ഗുഡ്സ്. 2, ബോയൻസി ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. Point 3, fiscal incentives. And point 4, tightening of norms. Next class, we will find out what are the factors responsible for the poor performance of primary market. If there is a good performance, naturally there has to be a study, or there has to be a look through into reasons for poor performance, if any. That we will deal now next class. Until then, thank you. Goodbye.